ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പോയട്രി, ഹൗ ടു റീഡ് എ പോവം, ആ ഒരു സെക്ഷനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെഫിനേഷൻസൊക്കെ പോയട്രീനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഒറിജിൻ ഓഫ് പോയട്രി നമ്മൾ നോക്കി, ദെൻ ലാംഗ്വേജ് ഓഫ് പോയട്രി നോക്കി. ഫസ്റ്റ് പോയട്രിയുടെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്കൽ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് പോയട്രിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സെർട്ടൻ കോമൺ റെക്കഗ്നൈസബിൾ ഫീച്ചേഴ്സ് ഓഫ് പോയട്രി, അത് വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഫീച്ചേഴ്സ് ഓഫ് പോയട്രി എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് ഫീച്ചറാണ് ലാംഗ്വേജ് ഓഫ് പോയട്രി. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദ റിച്ച് ഇൻ പോയറ്റിക് ഡിവൈസസ്, അതായത് പോയട്രിയിൽ നമുക്ക് പോയറ്റിക് ഡിവൈസസ് കാണാം എന്നും പറഞ്ഞു. ആ ഒരു സെക്ഷനിലാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ആയിട്ടുള്ള അലിട്രേഷൻ എന്താണ്, അസോണൻസ് എന്താണ്, സിമിലി എന്താണ്, മെറ്റഫർ എന്താണ്, ഇമേജ്, സിമ്പിൾ, റിത്തം, റൈം, പെർസോണിഫിക്കേഷൻ, ഹൈപ്പർബോളെ, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ വേർഡ്സ്വർത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ലൂസി പോയിൻസിനെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. എ വയലൻറ്റ് ബൈ എ മോസി സ്റ്റോൺ, എ വയലൻറ്റ് ബൈ എ മോസി സ്റ്റോൺ. ഇവിടെ മോസി സ്റ്റോൺ എന്ന് പറയുമ്പോൾ മെറ്റഫറിന് എക്സാമ്പിളാണ്. മോസി സ്റ്റോൺ ആണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. ഹാഫ് ഹിഡൻ ഫ്രം ദ ഐ, ഫെയർ ആസ് എ സ്റ്റാർ. ആസ് എന്ന വാക്ക് വന്നതുകൊണ്ട് ആ തേർഡ് ലൈനിൽ എന്താ കാണുന്നത്? സിമിലി കാണുന്നുണ്ട്. ഫെയർ ആസ് എ സ്റ്റാർ, ഫെയർ ആസ് എ സ്റ്റാർ, സ്റ്റാറിനെ പോലെ എന്ന രീതിയിൽ. വെൻ ഓൺലി വൺ ഈസ് ഷൈനിങ് ഇൻ ദ സ്കൈ, ഷൈനിങ് ഇൻ ദ സ്കൈ എന്ന്, ഈസ് ഷൈനിങ് ഇൻ ദ സ്കൈ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് പോയറ്റിക് ഡിവൈസസ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയേ, ദി ഷോസ് ഹൗ ദ യൂസ് ഓഫ് ഇമാജറി ക്യാൻ മേക്ക് എ പോം അപ്പീലിംഗ് ടു ദ സെൻസസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇമേജസ് കാണാൻ പറ്റും. ഓഡിറ്ററി ഇമേജ് കാണാൻ പറ്റും, വിഷ്വലായിട്ടുള്ള ഇമേജസ് കാണാൻ പറ്റും. എ വയലൻറ്റ് ബൈ എ മോസി സ്റ്റോൺ, വയലൻ്റ് ആയിട്ടുള്ളത് മോസി സ്റ്റോൺ ആണ്. അപ്പോൾ അവിടെ വയലൻസ് ശബ്ദമാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താ കാണാൻ പറ്റും? നമ്മുടെ ചെവിയിൽ കേട്ട പോലെ ഒരു ഓഡിറ്ററി ഇമേജ് കാണാൻ പറ്റും അല്ലേ. ഹാഫ് ഹിഡൻ ഫ്രം ദ ഐ, അതുപോലെ ഫെയർ ആസ് എ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? വിഷ്വൽ ഇമേജ് ആണ് അല്ലേ. ഇപ്പോൾ ഇമേജസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതാണ് ഈ ഒരു ലൈനിൽ ദി ഷോസ് ഹൗ ദ യൂസ് ഓഫ് ഇമാജറി, എങ്ങനെയാണ് ഇമേജസ്, അതായത് ഓഡിറ്ററി ഇമേജും വിഷ്വൽ ഇമേജും ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ക്യാൻ മേക്ക് എ പോവം എപ്പീലിംഗ് ടു ദ സെൻസസ്. അപ്പം നമ്മുടെ കണ്ണിനും ചെവിക്കും അത് വളരെ എപ്പീലിംഗ്, ബ്യൂട്ടിഫുൾ ആയിട്ട് മാറാണ്. സിമിലർലി അതുപോലെ തന്നെ അതിനൊരു റൈമുണ്ട്, മീറ്റർ ഉണ്ട്. അതൊക്കെ വരുമ്പോൾ എന്താണ്? ഒരു ആസ്തറ്റിക് ആയിട്ടുള്ള പ്ലഷർ, ഒരു എന്താ പറയുക, കലാപരമായിട്ടുള്ളൊരു സന്തോഷം അതിൽ നിന്നും കിട്ടും. ഇറ്റ് യൂഷ്വലി ഓഫ് മ്യൂസിക്കൽ ക്വാളിറ്റി, അതിനെന്തുണ്ട്? മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ട്, റൈം ഉണ്ട്, റിത്തം ഉണ്ട്, മീറ്റർ ഉണ്ട്. ക്രിയേറ്റ് എ റിത്തമിക് ബ്യൂട്ടി, ഒരു താളമുള്ള ഒരു ബ്യൂട്ടി, ഒരു സൗന്ദര്യം അതിന് വരികയാണ്. ദാറ്റ് വിൽ അട്രാക്റ്റ് പീപ്പിൾ, അത് ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യും. ഹവവർ, എന്നിരുന്നാലും ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് എ പോവം മസ്റ്റ് ബി ഓഫ് മ്യൂസിക്കൽ ക്വാളിറ്റി. എല്ലാ കവിതയ്ക്കും ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി, സംഗീതപരമായിട്ടുള്ളത് ഉണ്ടാവണം നിർബന്ധമില്ല എന്ന് പറയാണ്. സംടൈംസ് ഇറ്റ് ക്യാൻ ബി അഗ്രസീവ് പ്രോസൈസ്, ചിലപ്പോൾ രൂക്ഷമായിട്ടുള്ള ദേഷ്യപരമായിട്ടുള്ളൊരു പോവാം എന്ന് പറയാണ്. എക്സാമ്പിളായിട്ട് പറയുന്നത് DH ലോറൻസിൻ്റെ പോവമായിട്ടുള്ള ടു വുമൺ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്. അതിൽ റിത്തമിക് ബ്യൂട്ടിയുള്ള ഒരു എഗ്രസീവായിട്ടുള്ള ഒരു ക്രൂരതയുള്ള ദേഷ്യമുള്ള ഒരു പ്രോസൈക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുകയാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ടോൺ ആൻഡ് മൂഡ് ഓഫ് പോയട്രി. പോയട്രിയുടെ മൂഡ് അല്ലെങ്കിൽ ടോണ് അതൊരു പോയട്രിക്ക് മാത്രമുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മളെന്താ പറഞ്ഞത്? ലാംഗ്വേജ് പറഞ്ഞു, ലാംഗ്വേജ് ഓഫ് പോയട്രി പറഞ്ഞു, ഫീച്ചർ പറഞ്ഞു. ദെൻ പോയറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസസ് പറഞ്ഞു. മൂന്നാമതാണ് ടോണ്, മൂഡ്. ടോൺ ആൻഡ് മൂഡ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി. ടോൺ എന്ന വാക്കോ മൂഡ് എന്ന വാക്കോ ഒക്കെ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. ബട്ട് ബോത്ത് ഡിഫർ ഇൻ ടേംസ് ഓഫ് പെർസ്പെക്റ്റീവ്സ്. പക്ഷെ രണ്ടാണ്, വ്യത്യാസങ്ങളുണ്ട്. ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർലൈൻ ചെയ്യുക. ടോൺ എക്സ്പ്രസസ് ദ പോയറ്റ്സ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ് ദ സബ്ജക്റ്റ് മാറ്റർ. ഒരു സബ്ജക്റ്റ് മാറ്ററിനോട്, ഒരു കാര്യത്തോട് നമ്മുടെ കവിയുടെ മനോഭാവം എന്താണോ അതാണ് ടോൺ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. വൈൽ മൂഡ് ഈസ് അബൌട്ട് റീഡേഴ്സ് ഇമോഷണൽ റെസ്പോൺസ്. മൂഡ് എന്ന് പറയുന്നത് വായനക്കാരൻ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് എന്ന് പറയാണ്. ഓവറോൾ ഫീലിംഗ് കൺവേഡ് ടു ദ റീഡർ, വായനക്കാരനുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ മൂഡ്, ടോൺ അല്ലെങ്കിൽ മൂഡ് രണ്ടും രണ്ട് തന്നെയാണ് പറയുന്നത്. ടോൺ എന്ന് പറയുന്നത് പോയിറ്റിൻ്റെ, എഴുത്തുകാരൻ്റെ മനോഭാവമാണെങ്കിൽ റീഡർക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ റെസ്പോൺസാണ് മൂഡ് എന്ന് പറയുന്നത്. രണ്ടും രണ്ടാണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്യുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വേർഡ്സ്വർത്തിൻ്റെ പോം ദ സോളിറ്ററി റീപ്പറിൽ ടോൺ എന്ന് പറയുന്നത് എക്സൈറ്റ്മെൻ്റ് ആണ്. ബട്ട് ദ മൂഡ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടംപ്ലേഷനാണ്, ഒരു വിഷമം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ,
അടുത്തത് സ്ട്രക്ചർ ഓഫ് ദ പോം. അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് ഫീച്ചർ എന്ന് പറഞ്ഞാൽ പോത്തിൻ്റെ സ്ട്രക്ചറാണ്, ഘടന. പോയറ്റിക് സ്ട്രക്ചർ, കവിതയുടെ ഘടന, ഡിസ്കസസ് ദ ഫോം ഓഫ് പോയട്രി. അതാണ് പോയട്രിയുടെ, കവിതയുടെ ഒരു രൂപം നമുക്ക് നൽകുന്നത്. നമ്പർ ഓഫ് ലൈൻസ് ഇറ്റ് ഹാസ്, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താ, ഘടന എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ആ കവിതയിൽ വരുന്ന വരികൾ. ഹൗ ദേ ആർ അറേഞ്ച്, അതെങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ദ റിത്തം, അതിൻ്റെ റിത്തം. റൈം സ്കീം എന്താണ്. ആൻഡ് ഇറ്റ്സ് മെട്രിക്കൽ കോമ്പോസിഷൻ, അതിൻ്റെ മെട്രിക്കൽ ആയിട്ടുള്ള കോമ്പോസിഷൻ. അൺലൈക്ക് അതർ ഏണേഴ്സ് ഓഫ് റൈറ്റിങ്സ്, മറ്റ് റൈറ്റിങ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോയട്രി ക്യാൻ ബി റിട്ടൺ ഇൻ സർട്ടൺ ഷേപ്സ്, പല ഷേപ്പിൽ അത് എഴുതാം. ബൈ ഓർഗനൈസിങ് ഇറ്റ്സ് വേർഡ് കോമ്പണൻസ്, അതിൻ്റെ കോമ്പണൻസിനെ അറേഞ്ച് ചെയ്തുകൊണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ജോർജ് ഹെർബർട്ടിൻ്റെ ഈസ്റ്റർ വിങ്സ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഹോറിസോണ്ടലി ഓൺ ദ പേജ് ഇൻ ഫ്രണ്ട് ഓഫ് 2 sets of wings ആയിരുന്നു. നൗ ദ പോം appears vertically on a page, കാണാൻ പറ്റും നമുക്ക് അല്ലേ. appear like 2 അവർ ഗ്ലാസസ്, അത് അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Lord who created man in the wealth and store, though foolishly be lost the same, became more and more till he became most poor with the, കണ്ട ഒരുപാട് വാക്കുകൾ കൂടി വന്നൊരു പിരമിഡ് പോലെ കുറഞ്ഞു, ഇൻവേർട്ടഡ് പിരമിഡ് പോലെ അല്ലേ. പിന്നെ നോക്കിയേ ഓ ലെറ്റ് മീ റൈസ്, പിന്നെ ഇങ്ങനെ കൂടി വരികയാണ്. ആസ് ലോങ്സ് ഹാർമോണിയസ്ലി ആൻഡ് സിംഗ് ദിസ് ഡേ ദ വിക്ടറീസ്, then shall fall further the flight in me, my tender age in sorrow did begin, and still with the sickness and the shame thou didst punish time, that I became the most in with let my combine, and feeling thy victory for it important my wing on the time. Okay, അടുത്തത് ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അപ്പോൾ ആ ഒരു ഓർഡർ സ്ട്രക്ചർ ഘടനയാണ് ഇവിടെ പറയുന്നത്. ദെൻ പോയറ്റിക് ട്രൂത്താണ് അടുത്ത പറയുന്നത്. എന്താ പോയറ്റിക് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ലിറ്റററി ഡിവൈസ് ദാറ്റ് ടേക്സ് ദ ലിബർട്ടി വിത്ത് ദ ഫാക്ട്സ്. ഇത് പോയറ്റിന് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് സത്യങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ടു ക്രിയേറ്റ് എൻ എഫക്റ്റ്, ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ. ഹൗ പോയട്രി ഡീൽസ് വിത്ത് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്രൂത്ത് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എ പോയറ്റ് ആൻഡ് എ സയൻറ്റിസ്റ്റ് മേ ഡീൽ വിത്ത് നേച്ചർ. ഒരു പോയറ്റും സയൻറ്റിസ്റ്റും ഒരു പ്രകൃതിനെ പറ്റി ഡീൽ ചെയ്യുമ്പോൾ ബട്ട് ദെയർ അപ്രോച്ചസ് ആർ ഡിഫറൻസ്, രണ്ടുപേരും രണ്ട് രീതിയിലാണ് അതിനെ സമീപിക്കുന്നത്. വേർഡ്സ്വർത്ത് എന്താ പറഞ്ഞത്, സൺഷൈൻ ഈസ് എ ഗ്ലോറിയസ് ബർത്ത്, വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജന്മമാണ് എന്ത് സൺഷൈൻ എന്ന് പറഞ്ഞു. അത് ഏതിലാണ് പറഞ്ഞ അദ്ദേഹം, ഓഡ് ഇൻറ്റിമേറ്റൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞ പോയത്തിൽ. പക്ഷേ സയൻറ്റിസ്റ്റ് അതിനെ എക്സ്പ്ലോർ ചെയ്യുക എങ്ങനെയാണ്, സയൻറ്റിഫിക് റീസൺ ബിഹൈൻഡ് ദ സൺറൈസ്. സയൻറ്റിസ്റ്റ് പറയാൻ നോക്കുക ആ സൺറൈസിന് പിന്നിലുള്ള കാരണം, ശാസ്ത്രപരമായിട്ടുള്ള കാരണമാണ് പറയാൻ നോക്കുക. പക്ഷേ പോയിട്ട് അതിൻ്റെ ബ്യൂട്ടിയാണ് പറയാൻ നോക്കുക അല്ലേ. പിന്നെന്താ ഇവിടെ പറയുന്നത്, സയൻറ്റിസ്റ്റ് എന്താ ഡീൽ ചെയ്യാൻ പറ്റുന്നത്, സത്യം ഫാക്ച്വൽ ആയിട്ടുള്ള ആക്യുറസി ആണെങ്കിൽ പോയട്രി ലുക്ക് ചെയ്യുന്നത് എന്താണ്, സർഫസ് ലെവൽ ഓഫ് ദ ട്രൂത്ത്, അതിൻ്റെ മുകൾ ഭാഗം മാത്രമാണ്. സയൻസ് കാച്ചേഴ്സ് ടു ഡിനോട്ടേറ്റീവ് മീനിങ് വൈൽ പോയട്രി കാച്ചേഴ്സ് കൊണോട്ടേറ്റീവ് മീനിങ്. ഡിനോട്ടേറ്റീവ് ആയിട്ടുള്ള, അതായത് അതിൻ്റെ കറക്റ്റ് ഫാക്റ്റ്, അതായത് അതിൻ്റെ ഡിക്ഷണറി മീനിങ് ആണ് ആര് ശ്രമിക്കുന്നത്, സയൻറ്റിസ്റ്റ് എങ്കിൽ പോയട്രി അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഭംഗി അങ്ങനത്തെ കാര്യങ്ങൾ കൊണോട്ടേറ്റീവ് ആയിട്ടുള്ള ഒരു അർത്ഥമാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് 5 ഫീച്ചേഴ്സും പോയട്രി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലാംഗ്വേജ് ഓഫ് പോയട്രി, റിച്ച് ടു ലിറ്റററി ഡിവൈസസ്, ദെൻ ടോൺ ആൻഡ് മൂഡ് ഓഫ് പോയട്രി, സ്ട്രക്ചർ ഓഫ് പോം, പോയറ്റിക് ട്രൂത്ത്, 5ഉം അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോയട്രി. പോയട്രിയുടെ ക്ലാസിഫിക്കേഷനാണ്. അവിടെ രണ്ടായിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ഒബ്ജക്റ്റീവ് പോയട്രി എന്നും സബ്ജക്റ്റീവ് പോയട്രി എന്നും. നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നോക്കാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഡിഫറൻസ് കനോട്ട് ബി സ്ട്രിക്ട്ലി ഒബ്സർവ് ഓൾ ടൈം. ഈ വ്യത്യാസങ്ങൾ ഒബ്ജക്റ്റീവ് പോയട്രി സബ്ജക്റ്റീവ് പോയട്രി എന്ന വ്യത്യാസം നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല എന്ന് പറയാണ്. ചിലപ്പോൾ രണ്ടും മിക്സ് ആയിട്ട് വരും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മാത്യു ആർനോൾഡിൻ്റെ പോവം ഡോവർ ബീച്ച് എന്ന് പറയുന്നത് അതിൽ സബ്ജക്റ്റീവ് എലമെൻസും ഒബ്ജക്റ്റീവ് എലമെൻസും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു പോയട്രിയാണ് മാത്യു ആർനോൾഡിൻ്റെ ഡോവർ ബീച്ച്. എന്നാലും നമുക്ക് വ്യത്യാസങ്ങൾ നോക്കാമെന്ന് പറയണം. However, this categorization is useful when we want to study different types of poetry. We will learn about in detail in the next unit. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. എന്നാലും നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് പോയട്രി ഇവിടെ നോക്കാം. ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് പോയട്രിയിൽ നോക്കുമ്പോൾ ഒബ്ജക്റ്റീവ് പോയട്രി സബ്ജക്റ്റീവ് പോയട്രി. അപ്പോൾ ആദ്യം ഒബ്ജക്റ്റീവ് പോയട്രി നോക്കാം. ഇംപേഴ്സണൽ ആൻഡ് ദ പോയറ്റ് പ്രസൻസ് ആൻഡ് ഇൻവെൻറ്റഡ് സിറ്റുവേഷൻ. ഇത് ഒരു വ്യക്തിനെ കേന്ദ്രീകരിച്ചായിരിക്കില്ല, ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഫീലിങ്സും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഇംപേഴ്സണലാണ്. ഒരു ഇൻവെൻ്റ് ചെയ്ത ഒരു നിർമ്മിച്ച പോയിട്ട് തന്നെ കവി തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ, ഒരു സന്ദർഭമായിരിക്കും.
പക്ഷേ സബ്ജക്റ്റീവ് പോയട്രി എന്ന് പറയുമ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പോയിറ്റിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും ചിന്തകളും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. പേഴ്സണലായിരിക്കും അത് കുറച്ചും കൂടെ. സബ്ജക്റ്റീവ് പോയട്രി കുറച്ചും കൂടെ പേഴ്സണലായിരിക്കും. ഇനി ഒബ്ജക്റ്റീവ് പോയട്രി എന്ന് പറയുമ്പോൾ എന്താ, ഡിറ്റാച്ച്ഡ് ഒബ്സർവർ. അത് മാറി നിൽക്കുന്ന, അതായത് അയാളുടെ സ്വന്തം അനുഭവമല്ല, വേറെ ആരുടെ അനുഭവം, മാറി നിന്ന് നോക്കുന്ന ഒരു ഒബ്സർവർ, സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു ഇതായിരിക്കും പോയറ്റ് ഒബ്ജക്റ്റീവ് പോയട്രിയിൽ. പക്ഷേ സബ്ജക്റ്റീവ് പോയട്രിയിൽ അങ്ങനെയല്ല, അത് ഡിറ്റാച്ച്ഡ് അല്ല, അത് ഫോക്കസ് ഓഫ് അറ്റൻഷൻ അയാളുടെ സ്വന്തം അനുഭവം പോലെ ആയിരിക്കും. ഒബ്ജക്റ്റീവ് പോയട്രി ഡേറ്റ്സ് ബാക്ക് ടു പ്രീഹിസ്റ്റോറിക് ടൈം ആൻഡ് വാസ് എ പാർട്ട് ഓഫ് ഓറൽ ട്രഡീഷൻ. ഒബ്ജക്റ്റീവ് പോയട്രി എന്ന് പറഞ്ഞാൽ ചരിത്രം ഉണ്ടാവുന്ന കാലം മുതലേ തുടങ്ങിയിട്ടുള്ളതാണ്. അത് ഓറൽ ട്രഡീഷൻ, വാമൊഴി, അതായത് വായയിലൂടെയുള്ള ഒരു പാട്ട് തൊട്ട് തുടങ്ങുന്നതാണ്. പീപ്പിൾ വർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫിസിക്കൽ വേൾഡ് അറൗണ്ട് ദം. പീപ്പിളിന് അതായത് ചുറ്റുമുള്ള ലോകത്തിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. സബ്ജക്റ്റീവ് പോയട്രി അതിൻ്റെ പ്രാധാന്യത്തിലെത്തുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ പീപ്പിൾ ബിഗാൻ ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ദർ ഇന്നർ തോട്ട്. എപ്പോഴാണോ ആളുകളുടെ ഉള്ളിലുള്ള ചിന്തകൾക്ക്, വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയത്, അപ്പോഴാണ് സബ്ജക്റ്റീവ് പോയട്രി വന്നത് എന്ന് പറയാണ്. ഇനി ഒബ്ജക്റ്റീവ് പോയട്രിയിൽ എന്തൊക്കെയുള്ളത്? ബാലഡ് എന്ന് പറഞ്ഞാൽ എന്താ, വാമൊഴി, ഇങ്ങനെ വായയിലൂടെ പാടി ഓരോ തലമുറയിൽ കൂടെ പിന്നിട്ട് വന്ന കാര്യങ്ങൾ, അതാണ് ബാലഡ്. പിന്നെ എപ്പിക്, ഇതിഹാസങ്ങൾ, മെട്രിക്കൽ റൊമാൻസസ്, ഡ്രാമാറ്റിക് ആയിട്ടുള്ള മോണോലോഗ്, ലിമറിക്ക്, ഇതൊക്കെ ഒബ്ജക്റ്റീവ് പോയട്രിക്ക് എക്സാമ്പിളാണ്. സബ്ജക്റ്റീവ് പോയട്രി എന്ന് പറഞ്ഞാൽ എന്താ, ലിറിക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്ന പോയട്രി. അതുപോലെ ഓഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളെ പുകഴ്ത്തി പാടുന്നത്. എലിജി എന്ന് പറഞ്ഞാൽ എന്താ, വിലാപകാവ്യം, ഒരാൾ മരിക്കുമ്പോഴോ ഒരാളുടെ വേദനയിലോ പാടുന്നത്. സോണറ്റ് 14 വരി വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് പറയുന്ന കവിത. എപ്പിസ്റ്റിൽ, അതായത് എഴുത്ത് രൂപങ്ങൾ, ഇതൊക്കെ സബ്ജക്റ്റീവ് പോയട്രിക്ക് എക്സാമ്പിളാണ്. ഇനി ഒബ്ജക്റ്റീവ് പോയട്രിക്ക് ഒരു എക്സാമ്പിൾ ഏതാണ്? ചെവി ചേസിൻ്റെ ദ ബാലഡ് എന്ന് പറഞ്ഞിട്ടുള്ള കവിത. സബ്ജക്റ്റീവ് പോയട്രിക്കോ വില്യം വേർഡ്സ്വർത്തിൻ്റെ ടിൻറ്റൻ അബി. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് പോയട്രി സബ്ജക്റ്റീവ് പോയട്രി തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. നെക്സ്റ്റ് സെക്ഷനായിട്ട് നമുക്കിവിടെ വരുന്നത് ഹൗ ടു റീഡ് എ പോം, എങ്ങനെ ഒരു കവിത വായിക്കാം എന്നതാണ്. റീഡിങ് എ പോം ഈസ് എ ക്രിയേറ്റീവ് ആക്ട്. ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ് കവിത വായിക്കുക എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് ഓഫൺ ഫേസ് ഡിഫിക്കൽറ്റി ഇൻ റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ പോയട്രി. കവിത വായിക്കാനും മനസ്സിലാക്കാനും കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൂയിങ് ആൻ ഇൻജസ്റ്റിസ് ടു ദ പോയം ടു അനലൈസ് ഇറ്റ് ഇൻ ലിറ്ററൽ വേസ് എലോണും. ഒരു കവിതേനെ വിശകലനം ചെയ്യുമ്പോൾ അതിനെ ലിറ്ററലായിട്ടുള്ള രീതിയിൽ, അതായത് സാഹിത്യാത്മകപരമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് വിശകലനം ചെയ്യുന്നതെങ്കിൽ അത് അന്യായമാണ്, ഇൻജസ്റ്റിസ് ആണെന്ന് പറയാണ്. സ്റ്റുഡൻസ് ഓഫൺ മേക്ക് ഫോൾസ് അസംഷൻസ് ദാറ്റ് ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ആൻ അൺഫെമിലിയർ പോയം വെൻ ദേ റീഡ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ് സെൽഫ്. കുട്ടികൾ തെറ്റായൊരു നിഗമനത്തിലേക്ക് എത്തും. അവർക്ക് അറിയാത്തൊരു കവിത ആദ്യമായിട്ട് വായിക്കുമ്പോൾ അവർ തെറ്റായൊരു നിഗമനത്തിലേക്ക് എത്താം. The first thing we need to keep in the mind while discussing this topic is that there is so much one way to approach a poem. അതായത് നോ സച്ച് വൺ വേ, ഒരു രീതിയിൽ മാത്രമല്ല നമുക്ക് കവിതേനെ സമീപിക്കാൻ പറ്റുക, പല രീതിയിൽ സമീപിക്കാൻ പറ്റും. അത് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയാണ്. ലെറ്റ് us see how to approach a poem. അപ്പോൾ ഒരു കവിതേനെ നമുക്ക് എങ്ങനെ സമീപിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോക്കുക, ലെറ്റ് ദ വേർഡ് സ്പീക്ക് ഫോർ ദംസെൽസ്. വാക്കുകൾ ആദ്യം പറയട്ടെ എന്ന് പറയാണ്. റീഡ് ദ പോം സെവറൽ ടൈംസ്. ഒരുപാട് തവണ കവിത വായിക്കാം. ടു അണ്ടർസ്റ്റാൻഡ് ദ പോം മീൻസ്, അങ്ങനെ കവിതയുടെ അർത്ഥം മനസ്സിലാക്കുക. പോസ് വെൻ ദർ ഈസ് എ പങ്ക്ച്വേഷൻ. കുത്തും കോമയ്ക്ക് ഉണ്ടെങ്കിൽ അവിടെ നിർത്തുക. ആൻഡ് നോട്ട് ദ എൻഡ് ഓഫ് ഈച്ച് ലൈൻ ബ്രേക്ക്. എല്ലാ ലൈനിലും കവിതയുടെ ബ്രേക്ക് വരണം എന്നില്ല, അതും മനസ്സിലാക്കുക. ദാറ്റ് മൈറ്റ് ബ്രേക്ക് ദ ഫ്ലോ ഓഫ് ദ പോം. അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നമ്മൾ പോത്തിനെ ബ്രേക്ക് ചെയ്യും, അങ്ങനെ പാടില്ല. പങ്ക്ച്വേഷൻ ഉള്ള സമയത്ത് നിർത്തുക, പോസ് ചെയ്യുക, അതൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ പല തവണ കവിത വായിക്കാം. വാലൻ സ്റ്റീവൻസ് അദ്ദേഹത്തിൻ്റെ ഇൻ ഹിസ് അഡാജിയ സെയ്സ് ഇൻ പോയട്രി, കവിതയിൽ യു മസ്റ്റ് ലവ് ദ വേർഡ്സ്. അദ്ദേഹം എന്താ പറഞ്ഞത്? കവിതയിൽ നിങ്ങൾ വാക്കുകളെ സ്നേഹിക്കണം. ദ ഐഡിയാസ്, ആശയങ്ങളെ വിത്ത് ഓൾ യുവർ കപ്പാസിറ്റി, നിങ്ങളുടെ എല്ലാ ശക്തി ഉപയോഗിച്ചുകൊണ്ട്. ടു ലവ് എനിത്തിങ് അറ്റ് ഓൾ, സ്നേഹിക്കുക എന്ന് പറയണം. പിന്നെന്താ പറയുന്നത്? ലിസൺ ടു ദ സ്പീക്കർ ഓഫ് ദ പോം. A poem cannot always be a reflection of poet's life. അതായത് വായനക്കാരനും കൂടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ലിസൺ ടു ദ സ്പീക്കർ ഓഫ് ദ പോം. ആ സ്പീക്കർ, കവിതയുടെ സ്പീക്കർ ആരാണോ അയാളെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. എ പോയം കനോട്ട് ഓൾവേസ് ബി ദ റിഫ്ലക്ഷൻ ഓഫ് പോയറ്റ്സ് ലൈഫ്. പോയറ്റിൻ്റെ ലൈഫ് മാത്രം ആവണമെന്നില്ല കവിത. സോ ദ സ്പീക്കർ, നെറേറ്റർ ഓഫ് ദ പോം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ കവിതയുടെ സ്പീക്കർ ആരാണോ, നെറേറ്റർ ആരാണോ കവിത നമുക്ക് പറഞ്ഞു തരുന്നത്, അയാളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാണ്.
ദാൻ ദ പോയറ്റ്സ് ബയോഗ്രഫി. ഒരു കവിത വായിക്കുമ്പോഴേക്കും ആ കവിത എഴുതിയ ആളാരാണ്, അയാളുടെ ചുറ്റുപാട് എങ്ങനെയാണ്, അതുമായിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക എന്ന് പറയാണ്. ഫോക്കസിങ് ഓൺ ദ സ്പീക്കേഴ്സ്. ആ കവിത ആരാണോ നമുക്ക് പറഞ്ഞു തരുന്നത് ആ സ്പീക്കറിനെ കൂടുതൽ ശ്രദ്ധിക്കുക, അല്ലാതെ പോയറ്റിനെയല്ല. വിൽ ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടോൺ ഓഫ് ദ പോം. അങ്ങനെ സ്പീക്കറിനെ ശ്രദ്ധിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കവിതയുടെ ടോൺ മനസ്സിലാവും എന്ന് പറയാണ്. മോർ ഓവർ ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ നറേറ്റർ ആൻഡ് ദ റീഡർ. കഥ നമുക്ക് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ കവിത നമുക്ക് പറഞ്ഞു തരുന്ന ആളും വായനക്കാരനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കാനായിട്ട് സ്പീക്കറിനെ കുറച്ചും കൂടെ മനസ്സിലാക്കിയാൽ സാധിക്കുമെന്ന് പറയാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താ, കെയർഫുള്ളി അനലൈസ് ദ ഫിഗേഴ്സ് ഓഫ് ദ സ്പീച്ച്. ആ കവിതയുടെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ഇമാജറി, മെറ്റഫർ, സിമിലി, അതൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് ശേഷം മാത്രം കവിത വായിക്കുക. എന്നിട്ട് പറയാണ് നൗ ലെറ്റ്സ് അറ്റംപ്റ്റ് പോയം, ഒരു പോയം. ഇവിടെ സോളിറ്ററി ദീപ്പർ എന്ന് പറഞ്ഞ വില്യം വേർഡ്സ്വർത്തിൻ്റെ പോവാണ് വായിക്കാൻ തന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്